നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. ഫാസിസത്തിനെതിരെ സംസാരിക്കുന്നവർ ഫാസിസത്തിനെതിരായി വോട്ട് ചെയ്യാൻ പലപ്പോഴും പോകാറില്ല എന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. രാഷ്ട്രീയ ജനതാദൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച MP വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ജീവൻ വെടിഞ്ഞ ആലപ്പുഴ വലിയകുളം സ്വദേശി കൂടിയായ ധീരജവാൻ ഷഹീദ് MA ബഷീറിന്റെ അനുസ്മരണ ചടങ്ങ് നടത്തി. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭാധ്യക്ഷ KK ജയമ്മ അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന വലിയമരം വാർഡ് നിവാസികൾക്ക് കൈത്താങ്ങുമായി വാർഡ് കൗൺസിലർ നസീർ പുന്നക്കൽ രംഗത്ത്. വാർത്തകൾ വിശദമായി. ഫാസിസത്തിനെതിരെ സംസാരിക്കുന്നവർ ഫാസിസത്തിനെതിരായി വോട്ട് ചെയ്യാൻ പലപ്പോഴും പോകാറില്ല എന്ന് മുൻ മന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു. രാഷ്ട്രീയ ജനതാദൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച MP വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫാസിസത്തിനെതിരെ സംസാരിക്കുന്നവർ ഫാസിസത്തിനെതിരായ വോട്ട് ചെയ്യാൻ പലപ്പോഴും പോകാറില്ലെന്ന് മുൻ മന്ത്രി ജി സുധാകരൻ അഭിപ്രായപ്പെട്ടു. രാജ്യത്താകെ 65% താഴെയാണ് പോളിംഗ് നടന്നത്. 35% പേർ വോട്ട് ചെയ്യാതിരിക്കുന്നത് ശരിയായ രീതിയല്ല. സംസ്ഥാനത്ത് തന്നെ 80 ലക്ഷത്തോളം പേർ വോട്ട് ചെയ്തില്ല എന്നതും ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നും സുധാകരൻ പറഞ്ഞു. ഏകാധിപത്യ രീതിയും വർഗീയതയും സ്വാതന്ത്ര്യത്തിന് വിരുദ്ധവുമാണ്. രാഷ്ട്രീയ ജനതാദൾ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച MP വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ എല്ലാത്തിനും മുമ്പിലാണ്, എല്ലാത്തിനും ഇതാണ്, മാതൃകയാണെന്ന് പറയുന്നത്. നമ്മുടെ 80 ലക്ഷം പേര് വോട്ട് ചെയ്തില്ല ഈ കൊച്ചു കേരളത്തിൽ. 60% ഉള്ള വോട്ട്. കഴിഞ്ഞ തവണത്തൊക്കെ കുറവാണ്, 6% കുറവാണ്. താപ്പോട്ടാണ് വോട്ട്. എന്താ കാരണം? ചെറുപ്പക്കാരൊക്കെ വോട്ട് ചെയ്തോ? കിട്ടിയ വോട്ട് പോയി ചെയ്തോ? ഇതൊരു വലിയ ആയുധമാണെന്ന്. അപ്പം ഫാസിസത്തെ പറ്റി സംസാരിക്കുകയും ഫാസിസത്തെ തടയാനുള്ള ജനാധിപത്യപരമായ അവകാശത്തെ വിനിയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനങ്ങൾക്ക് ആര് മാപ്പ് തരും? ഫാസിസം വരാതിരിക്കാനാണ് വോട്ട് ചെയ്യുന്നത്. ഓരോ കക്ഷികളെ ജയിപ്പിക്കുന്നത്. അവർക്ക് തെറ്റുണ്ടെങ്കിൽ അടുത്ത തവണ നിങ്ങൾക്ക് മാറ്റാം. ഒരു അവകാശമല്ലേ? അത് ഉപയോഗിക്കാതിരിക്കാൻ 3 ജനങ്ങൾ വോട്ട് ചെയ്യുന്നില്ല ഈ കേരളത്തിൽ പോലും. അതിനൊക്കെ 2% കൂടെ കൂടുതൽ ആളുകൾ ഇന്ത്യയിൽ വോട്ട് ചെയ്യും. അത്രയേ വലിയ വ്യത്യാസമൊന്നുമില്ല. സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ കരുത്തുറ്റ പ്രചാരകനായിരുന്നു വീരേന്ദ്രകുമാർ. വിദ്യാഭ്യാസ മേഖലയിൽ വൻതോതിൽ ചൂഷണം നടക്കുന്നു. ഇപ്പോൾ ചൂഷണം നടക്കുന്ന വിദ്യാലയങ്ങളിൽ പഠിക്കുന്നവർക്ക് എങ്ങനെ സോഷ്യലിസ്റ്റ് ചിന്താഗതി ഉണ്ടാകുമെന്നും സുധാകരൻ ചോദിച്ചു. ലോകവ്യാപകമായി ജനാധിപത്യം, സ്വാതന്ത്ര്യം, സമത്വം ഈ ആശയങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ട സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ കരുത്തുറ്റ പ്രചാരകനും പടയാളിയുമായിരുന്നു വീരേന്ദ്രകുമാർ സാർ. ജില്ലാ പ്രസിഡന്റ് സാദിഖ് മാക്കിയിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് അലിയാർ പുന്നപ്ര പുരസ്കാരങ്ങൾ സമർപ്പിച്ചു. സണ്ണി തോമസ്, ഗിരീഷ് ഇലഞ്ഞിമേൽ, G ശശിധര പണിക്കർ, മോഹൻ C അറവന്തറ, ആനിരാജ് R മുട്ടം, ജമാൽ പള്ളാത്തുരുത്തി, R പ്രസന്നൻ, ഹാപ്പി P അബു, സതീഷ് വർമ്മ, സുജീഷ് സുഭദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ജീവൻ വെടിഞ്ഞ ആലപ്പുഴ വലികുളം സ്വദേശി കൂടിയായ ധീരജവാൻ ഷഹീദ് MA ബഷീറിന്റെ അനുസ്മരണ ചടങ്ങ് നടത്തി. ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാധ്യക്ഷ KK ജയമ്മ ചടങ്ങിൽ അധ്യക്ഷയായി. പഞ്ചാബ് സംസ്ഥാനം തീവ്രവാദത്തിന്റെ പിടിയിലായിരുന്ന സമയത്ത് CRPFന്റെ 104 നമ്പർ ബറ്റാലിയനിൽ ജോലി ചെയ്തു വരവെ 1992 ജൂൺ 3 തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ജീവൻ വെടിഞ്ഞ ആലപ്പുഴ വലിയകുളം വാർഡിൽ കൊച്ചുകമ്പിയിൽ MA ബഷീറിന്റെ അനുസ്മരണ ചടങ്ങ് സംഘടിപ്പിച്ചു. 32 വർഷത്തിന് മുൻപ് മൺമറഞ്ഞ ധീരജവാനെ ആദരിക്കാൻ പ്രതിരോധ വകുപ്പിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ അനുസ്മരണ സമ്മേളനം നടത്തുകയും ആദരവർപ്പിക്കുകയും ചെയ്തത്. ധീരജവാൻ ഷഹീദ് MA ബഷീറിന്റെ മകളുടെ വസതിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ ചടങ്ങ് ആലപ്പുഴ MLA PP ചിത്തരഞ്ജൻ ഉദ്ഘാടനം ചെയ്തു. 10,000-കണക്കിന് വരുന്ന ധീരന്മാരായിട്ടുള്ള സൈനികരും അതോടൊപ്പം തന്നെ CRPF അടക്കമുള്ള ബറ്റാലിയനിൽ ജോലിയെടുക്കുന്നവരുമെല്ലാം നമ്മളെല്ലാം ജീവിതത്തിൽ എല്ലാ സൗകര്യങ്ങളും സുഖങ്ങളും ആസ്വദിച്ച് ജീവിക്കുമ്പോൾ ഈ നാടിനെയും നാട്ടാരെയും സംരക്ഷിക്കാൻ വേണ്ടി ഊണും ഉറക്കവും ഉപേക്ഷിച്ച് മഞ്ഞുമലകളിലും അതിർത്തി ഗ്രാമങ്ങളിലുമെല്ലാം
ത്യജിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ ലോകത്തിന്റെ മുന്നിൽ തലയുയർത്തി ഇന്നും നിൽക്കുന്നത്. നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അമ്പലപ്പുഴ MLA H. സലാം അനുസ്മരണ പ്രഭാഷണം നടത്തി. ആലപ്പുഴ നഗരസഭാ ഉപാധ്യക്ഷൻ PM ഹുസൈൻ, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ MR പ്രേം, R. വിനീത, കൗൺസിലർമാരായ DP മധു, KS ജയൻ, ബിജി ശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. പള്ളിപ്പുറം CRPF സബ് ഇൻസ്പെക്ടർ സുനിൽകുമാർ, കോൺസ്റ്റബിൾ സിജിമോൻ എന്നിവർ ചേർന്ന് പരേതിനോടുള്ള ആദരസൂചകമായി മക്കളായ മുംതാസ്, രഹന എന്നിവരെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ചടങ്ങിൽ B. നസീർ സ്വാഗതം പറഞ്ഞു. പ്രതിരോധ വകുപ്പിന്റെ നിർദ്ദേശമനുസരിച്ച് ആലപ്പുഴ കളക്ടറേറ്റ് മുതൽ വലിയകുളം ജംഗ്ഷൻ വരെയുള്ള റോഡിന് ഷഹീദ് MA ബഷീറിന്റെ പേര് നൽകാൻ നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകിയതായും അനുസ്മരണ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ആലപ്പുഴ. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന വലിയമരം വാർഡ് നിവാസികൾക്ക് കൈത്താങ്ങുമായി വാർഡ് കൗൺസിലർ നസീർ പുന്നക്കൽ രംഗത്ത്. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന വലിയമരം വാർഡ് നിവാസികൾക്ക് കൈത്താങ്ങുമായി വാർഡ് കൗൺസിലർ രംഗത്ത്. ആലപ്പുഴ നഗരസഭ വലിയമരം വാർഡ് കൗൺസിലർ നസീർ പുന്നക്കലിന്റെ നേതൃത്വത്തിലാണ് വെള്ളപ്പൊക്കം സാരമായി ബാധിച്ച ദുരിതത്തിൽ അകപ്പെട്ട വലിയമരം വാർഡിലെ 300ഓളം കുടുംബങ്ങൾക്ക് കൈത്താങ്ങുമായി രംഗത്തെത്തിയത്. ദുരിതമനുഭവിക്കുന്ന തന്റെ വാർഡ് നിവാസികൾക്ക് ആദ്യഘട്ടമെന്ന നിലയിൽ അരിക്കിറ്റുകളാണ് വിതരണം ചെയ്തത്. കൗൺസിലറുടെ ഓഫീസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് CPIM ജില്ലാ സെക്രട്ടറി R. നാസർ ഉദ്ഘാടനം ചെയ്തു. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ തന്നെ ഓടിയെത്താനും അവരെ ക്യാമ്പിലേക്ക് പോകേണ്ടവരെ ക്യാമ്പിലെത്തിക്കുന്നതിനും ക്യാമ്പിൽ ആവശ്യമായ സഹായം ചെയ്യുകയും എല്ലാ പ്രവർത്തനവും നടത്തുകയും അതോടൊപ്പമാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ചില സഹായങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ പ്രളയം ഒന്നുമല്ല, കാരണം ഇപ്പം അവിടെ കടലിലുണ്ടായ ചില ന്യൂനമർദ്ദം അതിന്റെ ഭാഗമായിട്ട് വന്ന മഴകളാണ് ഇപ്പോൾ ഉള്ളത്. കാലവർഷം വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ആ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള മഴയിൽ തന്നെ നമ്മുടെ പല പ്രദേശങ്ങളിലും വെള്ളം കെട്ടി നിൽക്കുകയും വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്തു. വാർഡ് കൗൺസിലർ നസീർ പുന്നക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഓളപ്പരപ്പിലെ പൂരമായ നെഹ്റു ട്രോഫി ജലോത്സവം ഓഗസ്റ്റ് 10 രണ്ടാം ശനിയാഴ്ച നടത്താൻ കലക്ടറുടെ അധ്യക്ഷതയിൽ കൂടിയ നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് യോഗത്തിൽ തീരുമാനമായി. 70ാമത് നെഹ്റു ട്രോഫി വള്ളംകളി ഓഗസ്റ്റ് 10 രണ്ടാം ശനിയാഴ്ച പുന്നമടക്കായലിൽ നടത്താൻ തീരുമാനമായി. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന നെഹ്റു ട്രോഫി ബോട്ട് റേസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമായത്. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ 70ാമത് വർഷം അതിന്റെ എല്ലാവിധ പ്രാധാന്യത്തോടെയും നടത്തുമെന്ന് PP ചിത്തരഞ്ജൻ MLA പറഞ്ഞു. NTBR സൊസൈറ്റിയുടെ ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അലസ് വർഗീസിന്റെ അധ്യക്ഷതയിലാണ് എക്സിക്യൂട്ടീവ് യോഗം ചേർന്നത്. യോഗത്തിൽ 69ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ വാർഷിക ബജറ്റ് കമ്മിറ്റി പാസാക്കി. കഴിഞ്ഞ വർഷം 2.87 കോടി രൂപയുടെ വരുമാനമാണ് സൊസൈറ്റി നേടിയത്. ചെലവുകൾ കഴിഞ്ഞ് 3.28 ലക്ഷം രൂപയാണ് മിച്ചമുള്ളത്. വള്ളംകളി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് വിവിധ സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകുന്നതിന് ജൂൺ ആദ്യവാരം യോഗം ചേരാൻ കമ്മിറ്റി തീരുമാനമെടുത്തു. സൊസൈറ്റി സെക്രട്ടറിയായ സബ് കളക്ടർ സമീർ കിഷൻ, ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MC സജീവ് കുമാർ, മുൻ MLA മാരായ CK സദാശിവൻ, KK ഷാജു എന്നിവരും യോഗത്തിൽ സംബന്ധിച്ചു. വർഷ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ വാർഷികവും ബ്ലാക്ക് ബെൽറ്റ്, വിദ്യാഭ്യാസ അവാർഡ് വിതരണം എന്നീ ചടങ്ങുകൾ സംഘടിപ്പിച്ചു. അമ്പലപ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. വർഷ സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ വാർഷികവും ബ്ലാക്ക് ബെൽറ്റ്, വിദ്യാഭ്യാസ അവാർഡ് വിതരണവും H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. അമ്പലപ്പുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ C. രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ബ്ലാക്ക് ബെൽറ്റ് അവാർഡ് ദാനം അമ്പലപ്പുഴ SI ഹരിദാസും, കരാട്ടെ പരിശീലകർക്കുള്ള ID കാർഡ് വിതരണവും പെരുമ്പാവൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ S. ബിനുവും, സർട്ടിഫിക്കറ്റ് വിതരണം കേരള കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഹാൻഷി R. സൂരജും നിർവഹിച്ചു. കേരള സർവകലാശാല കരാട്ടെ ചാമ്പ്യൻഷിപ്പ് ജേതാവ് S. നയനെ, കരാട്ടെ അസോസിയേഷൻ സെക്രട്ടറി ചന്ദ്രശേഖര പണിക്കരും, വിദ്യാഭ്യാസ അവാർഡ് ദാനം പഞ്ചായത്ത് അംഗം K. മനോജ് കുമാറും നിർവഹിച്ചു. MK പ്രതാപൻ, അനിത് മരിയ, സജി, സെക്രട്ടറി CB പോൾ തുടങ്ങിയവർ സംസാരിച്ചു. കരാട്ടെ സ്കൂൾ ചീഫ് വിനോദ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ വളരെ പ്രധാനമായ പലപ്പോഴും നല്ല കായിക ആരോഗ്യം ഉണ്ടെങ്കിലും മാനസികമായ ആരോഗ്യം പ്രയാസപ്പെട്ട് തളർന്നുകൊണ്ട് ഒരുപാട് പൈസ ഉണ്ടായിരിക്കും,
കായികമായിട്ട് തന്നെ ശേഷിയുണ്ടായി, പക്ഷേ മാനസികമായ ഒരു പ്രയാസത്തിലായി, മാനസികാരോഗ്യമുള്ള ശക്തി ഉണ്ടാകുന്നു. അപ്പൊ എല്ലാ നിലയിലും ഇവിടെ സ്കൂളിന്റെ ഭാഗമായ കുട്ടികളുടെ വിദ്യാഭ്യാസ വിജയത്തെ കുട്ടി ആദരിക്കുന്നു. ഇതെല്ലാം തമ്മിൽ ചേർന്നതാണ്. ഒരു കുട്ടിയുടെ ചിന്തയും ഒരു കുട്ടിയുടെ ജീവിതത്തിലെ ഏകാഗ്രതയും അല്ലെങ്കിൽ ഒരു കൃത്യമായ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഫാസിസത്തിനെതിരെ സംസാരിക്കുന്നവർ ഫാസിസത്തിനെതിരായി വോട്ട് ചെയ്യാൻ പലപ്പോഴും പോകാറില്ല എന്ന് മുൻ മന്ത്രി ജി സുധാകരൻ. രാഷ്ട്രീയ ജനതാദൾ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച MP വീരേന്ദ്രകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തീവ്രവാദികളുമായുള്ള ഏറ്റുമുട്ടലിൽ ജീവൻ വെടിഞ്ഞ ആലപ്പുഴ വലിയകുളം സ്വദേശി കൂടിയായ ധീരജവാൻ ഷഹീദ് MA ബഷീറിന്റെ അനുസ്മരണ ചടങ്ങ് നടത്തി. PP ചിത്തരഞ്ജൻ MLA ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആലപ്പുഴ നഗരസഭാ അധ്യക്ഷ KK ജയമ്മ അനുസ്മരണ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്ന വലിയമരം വാർഡ് നിവാസികൾക്ക് കൈത്താങ്ങുമായി വാർഡ് കൗൺസിലർ നസീർ പുന്നക്കൽ രംഗത്ത്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.